വീണ്ടും ആത്മഹത്യയിലേക്ക്. അതേ പ്രേക്ഷകരെ, നമ്മുടെ മീര രണ്ടും കൽപ്പിച്ച് ഒരു വണ്ടിയുടെ മുമ്പിൽ ചെന്ന് ചാടുന്നൊരു രംഗമാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു വണ്ടിയുടെ മുമ്പിൽ ചെന്ന് ചാടുന്നത് ആരുടെ വണ്ടിയുടെ മുന്നിലായിരിക്കും? നമ്മുടെ സ്വന്തം പഞ്ചാഗ്നിയിലെ കലാവതിയുടെ വണ്ടിയുടെ മുന്നിലായിരിക്കും. അങ്ങനെ നമ്മുടെ കലാവതി വണ്ടി പെടുന്ന ബ്രേക്കിട്ട് എന്താ പറയുക മാറ്റി നിർത്തുകയും നമ്മുടെ മീരയായിട്ട് സംസാരിക്കുന്ന കുറച്ച് രംഗങ്ങൾ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കലാവതി ഇനി മീരയെ രക്ഷിച്ച് മീരയെ എങ്ങോട്ടെങ്കിലും കടത്തുമോ? കണ്ടു തന്നെ അറിയണം. അപ്പുറത്ത് നമ്മുടെ ചന്ദ്രോത്താണെങ്കിൽ വമ്പൻ ചർച്ച തന്നെയാണ് നമ്മുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയും തമ്മിൽ. നമ്മുടെ സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് പറയുന്നുണ്ട്, ഈ നന്ദൻ്റെയും ദേവിയുടെയും കാര്യം താനൊന്ന് അംഗീകരിച്ചാൽ ഇവിടെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. അപ്പോൾ നമ്മുടെ പ്രഭാവതി തിരിച്ചും പറയുന്നുണ്ട്, നന്ദൻ്റെയും മീരയുടെയും കാര്യം നിങ്ങൾ അംഗീകരിച്ചാലും ഈ വീട്ടിലെ സകല പ്രശ്നങ്ങളും തീരും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ദേവിക്കാണെങ്കിൽ ഫുൾ ആദ്യം നമ്മുടെ രജനിയോട് പറയുന്നുണ്ട്, മീര ഇതുവരെയായിട്ടും വന്നില്ലല്ലോ, ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കാണുമോ എന്തെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അവർക്കറിയില്ലല്ലോ മീര അപ്പുറത്ത് ഇങ്ങനെ ആത്മഹത്യയ്ക്ക് വേണ്ടി തുനിയുവാണെന്ന്. എന്തായാലും മീര മരിച്ചിട്ടില്ല, രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നമ്മുടെ കലാവതിയെ കണ്ടുമുട്ടുന്ന ഒരു ഭാഗം തന്നെയാണ്. കലാവതിയുടെ സുഗമോദേവിയിലേക്കുള്ള ഒരു വരവ് വൻ മാറ്റത്തിന് തുടക്കമായിരിക്കുമോ? കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.